കൊല്ലം ചെമ്മാമുക്കിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്നതിൻ്റെ യാതൊരു കുറ്റബോധവുമില്ല. എന്നാൽ അനാഥയായി തീർന്ന 14-കാരിയായ മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ പത്മരാജൻ്റെ ഉള്ളു നീറുന്നുണ്ട്. അമ്മയെ കൊലപ്പെടുത്തിയ അച്ഛൻ്റെ മകളെന്ന ദുഷ്പേര് ഒരു വശത്ത്, അവളെ നോക്കാൻ ഇനി ആരുണ്ടെന്ന ചോദ്യവും അയാളെ വേട്ടയാടുന്നുണ്ട്. ഒരു നിമിഷത്തിൽ തോന്നിയ വൈകാരിക പ്രകടനമാണ് ചെമ്മാമുക്ക് സ്വദേശിനി അനിലിയുടെ ജീവനെടുത്തത്. ഭാര്യയ്ക്ക് ഹനീഷ് എന്ന യുവാവുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പത്മരാജൻ പോലീസിനോട് പറഞ്ഞു. രണ്ടുപേരെയും ചുട്ടെരിക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. നടുറോഡിൽ വീട്ടമ്മയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിൽ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ചെമ്മാമുക്ക് ഇപ്പോഴും മുക്തമായിട്ടില്ല. അദ്ദേഹത്തിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹനീഷുമായി അനിലയ്ക്ക് ഒരു അവിഹിതമായ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സംശയത്തിലായിരുന്നു ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് പത്മരാജൻ കടന്നത് എന്ന സൂചനകളാണ് പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത്. വാഹനത്തിൽ അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഹനീഷാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ നേരെ വന്ന് യാതൊരു പ്രകോപനവും കൂടാതെ വാഹനത്തിനുള്ളിലേക്ക് ഈ പെട്രോൾ ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തിയത് എന്നും അന്വേഷണ സംഘത്തോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അനിലയുടെ മരണം ഉറപ്പാക്കിയ ശേഷം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ ഭർത്താവ് പത്മരാജൻ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് നടത്തിയ കുറ്റസമ്മതം ഇങ്ങനെ: ഹനീഷുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അനില അനുസരിച്ചില്ല. കൺമുന്നിലിട്ട് ഹനീഷ് കഴിഞ്ഞ ദിവസം തന്നെ മർദ്ദിച്ചിട്ടും പിടിച്ചു മാറ്റാൻ പോലും ഭാര്യ തയ്യാറായില്ല. ഇത് മാനസികമായി തന്നെ ഏറെ തകർത്തു. ഭാര്യയെ വകവരുത്തിയതിൽ കുറ്റബോധമില്ലെന്നും വിഷമമുള്ളത് തനിച്ചായ 14 വയസ്സുകാരിയായ മകളെ ഓർത്ത് മാത്രമാണെന്നുമാണ് പ്രതിയുടെ മൊഴി. അതേസമയം പ്രകോപനമൊന്നും കൂടാതെയാണ് നടുറോഡിൽ വാഹനം തടഞ്ഞ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് വാഹനത്തിന് തീ കൊളുത്തിയതെന്നും രക്ഷപ്പെടുത്താനാവാത്ത വിധം മാംസം അടർന്നുപോയ നിലയിലായിരുന്നെന്നും സംഭവത്തിന് ദൃക്സാക്ഷികളായ യുവാക്കൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഞങ്ങൾ ഓടി ഒന്ന് അടുത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് കത്തി വന്നിട്ട് അടുത്തോട്ട് പോകാൻ വയ്യ. മാക്സിമം അവർക്ക് അപ്പോഴത്തേക്ക് ഒരു 90-95% പുള്ളി മാറിയവർ. നമുക്ക് ഇവരുടെ മാംസം വിട്ടുമാറിക്കൊണ്ടിരിക്കുവായിരുന്നു. നമ്മളെ പച്ചില വെച്ച് അണയ്ക്കാൻ നോക്കി തീയാണെങ്കിൽ ലാസ്റ്റ് ചാക്ക് എടുത്തോണ്ട് പിടിച്ച് ഇങ്ങോട്ട് വലിച്ചെടുത്ത് മാംസം വിട്ടുമാറുക. സ്ഥലത്ത് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. തെളിവെടുപ്പിനായി പ്രതിയെ സ്ഥലത്തെത്തിച്ചപ്പോഴും ഭാവഭേദങ്ങൾ ഒന്നും കൂടാതെയാണ് പത്മരാജൻ കൃത്യമായ ആസൂത്രണത്തോടെ ഭാര്യ അനിലയെ വകവരുത്തിയതിന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. കൊല്ലം ചെമ്മാമുക്കിൽ നിന്നും ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.